മുസ്ലിങ്ങൾ വളരെ കുറച്ചു മാത്രമുള്ള ഒരു നാട്ടിലൂടെ യാത്ര ചെയ്ത ഒരു സഹോദരി അവിടെ അനുഭവം പറയണം. എന്താ അനുഭവം എന്നറിയും? അവർ ചെറിയ തട്ടം ചുറ്റി കെട്ടിയപ്പോഴേക്കും ആ വ്യതിരിക്തത, ഹോട്ടലിൽ കയറി ചോദിക്കും, നിങ്ങൾക്ക് ഹലാൽ ഫുഡല്ലേ പറ്റുള്ളൂ, അവിടെ നിങ്ങൾക്ക് ഇവിടെ ഭക്ഷണമില്ല എന്ന് പറയുന്നതും വളരെ ഭവ്യതയോടെയും ബഹുമാനത്തോടുകൂടെയും ആ വേഷത്തെ കാണും. എന്തിനാണ് ആ വേഷം? എന്തിനാണ് സുഹൃത്തുക്കളെ വേഷം? എന്തിനാണ് കൈ മുഴുവൻ മറയുന്നത്? എന്തിനാണ് മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ എന്തിനാണ് നമ്മൾ മറക്കുന്നത്? നമ്മൾ ആലോചിക്കണം. യാ അയ്യുഹൻ നബിയു കുല്ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ. പ്രവാചകരെ, താങ്കൾ പറയണം, അല്ലാഹുവിന്റെ റസൂലിനോട് നേരിട്ട് പറയാൻ പറയണം. ആരോട്? സ്വന്തം വീട്ടുകാരോട്, ഭാര്യയോട് പറയണം, മക്കളോട് പറയണം, സത്യവിശ്വാസികളായി അല്ലാഹുവിൻ റസൂലും വിശ്വസിച്ച മുഴുവൻ ആളുകളോടും പറയണം. എന്ത്? യുദ്നേന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ. ജിൽബാബുകളെ, അല്ല പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ജിൽബാബ് എന്ന് പറഞ്ഞാൽ ഗൗണാണ്. ദേഹം മുഴുവൻ മറഞ്ഞു നിൽക്കുന്ന അയഞ്ഞ വസ്ത്രം, അത് താഴ്ത്തിടാൻ പറയണം എന്നാണ്. ദേഹം മുഴുവനും അയഞ്ഞു നിൽക്കുന്ന ഒരു വസ്ത്രമാണ് മുസ്ലിം സഹോദരിയുടെ വസ്ത്രം. അവരെ തിരിച്ചറിയാൻ അതാണ് നല്ലത്. അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ അതാണ് നല്ലത്. നമ്മുടെ മക്കൾ നഷ്ടപ്പെടുമ്പോൾ, അവർ ദ്രോഹിക്കപ്പെടുമ്പോൾ, അവരുടെ ചാരിത്രം നശിപ്പിക്കപ്പെടുമ്പോൾ ഖേദിച്ചിട്ട് കാര്യമില്ല. പടച്ചോൻ പറഞ്ഞോടത്ത് നിൽക്കാൻ തീരുമാനിക്കണം. ഈ പുതിയ പെരുന്നാളിൻ്റെ വസ്ത്രം എടുത്തപ്പോഴും 1000ങ്ങളും 10,000ങ്ങളും കൊടുത്ത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത വാങ്ങിയ സുഹൃത്തുക്കളെ. ആണിന് 3 വസ്ത്രമുള്ളൂ മരിച്ചാൽ, പെണ്ണിന് 5 വസ്ത്രമുണ്ട്. എന്തിനാ? മയ്യത്തായി കഴിഞ്ഞാൽ എന്തിനാണ് 5 വസ്ത്രം? ഒരു പെണ്ണിൻ്റെ അവസാനം അവൾ അള്ളാഹുവിലേക്ക് തിരിച്ചു കൊണ്ടുപോകുമ്പോൾ പോലും അവൾക്ക് വേഷത്തിൽ വ്യത്യാസമുണ്ട്. അത് കാത്തു സൂക്ഷിച്ചോ? കൈപിടിച്ചു വന്ന പെൺമക്കളെ, അത് ആലോചിക്കുക സുഹൃത്തുക്കളെ. നിങ്ങളുടെ പണം കൊണ്ടല്ലേ അള്ളാഹു തന്ന പണം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതിൽ വിനിയോഗിക്കുന്നതിന് നമ്മൾ സമാധാനം പറയേണ്ടി വരില്ലേ എന്ന് നമ്മൾ ആലോചിക്കും.